ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. അതിലൊരു ഹിന്റ് ഉണ്ട് ആ പടത്തിന്. ഈ ട്രെയിലറിൽ ആ ഒരു പറഞ്ഞ ഡയലോഗിന് ഒരു ഹിന്റ് ഉണ്ട്. മേ ബി ഒരു നായകന് ഒരു ഓൾട്ടർനേറ്റീവ് നായകൻ ഉണ്ടായിരിക്കാം അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുള്ള ഫീൽ ചെയ്തിരിക്കും അങ്ങനെ ആ ഒരു തോട്ട് പോണത്. നിങ്ങൾ എങ്ങനെ കണ്ടു എന്നുള്ള ഫീൽ ചെയ്തിരിക്കും ആ തോട്ട് പോണത്. ഒരു ഓൾട്ടർനേറ്റീവ് നായകൻ എന്നുള്ള പോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് സ്റ്റോറി ലൈനും ഇതിനുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ഒരു സ്റ്റോറി ലൈൻ തുടങ്ങിയിട്ട് കഥ വേറെ ട്രാക്കിലേക്ക് പോയി എൻഡ് ചെയ്യുമ്പോൾ വീണ്ടും ആ ചിന്തിക്കുന്നിടത്ത് നിൽക്കും. അതായത് രണ്ട് സ്റ്റോറി ഉണ്ട്. ഓക്കെ, രണ്ട് സ്റ്റോറി ഉണ്ട്. ഒരു സ്റ്റോറി മാത്രമേ മൊത്തം പറഞ്ഞു തീർത്തിട്ടുള്ളൂ ഈ കഥയിൽ. ഒരു ഓൾട്ടർനേറ്റീവ് സ്റ്റോറി കൂടെ ഉണ്ട്. മീൻസ് ഒരു രണ്ടാം ഭാഗം നമുക്കിവിടെ മണക്കുണ്ട്. ഓക്കെ, എല്ലാം വിട്ടേരാ. നമുക്ക് ആദ്യം മുതൽ പടത്തിനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. പടത്തിന്റെ നായകൻ ജയറാം, അതോ മമ്മൂട്ടിയോ? പടത്തിന്റെ ഡയറക്ടർ ഇർഷാദ് പ്രൊഡ്യൂസറാണ്. ഇർഷാദിന്റെ നൈബറാണ്, തൊട്ട അയൽവാസിയാണ്, പെരുമ്പാവൂരുകാരനാണ്. പടത്തിന്റെ ഡയറക്ടർ അഞ്ചാം പാതിര എന്ന പദം എഴുതി വൃത്തിയായി ഡയറക്ട് ചെയ്ത മിഥുൻ മാനുവൽ. ആളുടെ ഒരു ആറാം പാതിര സിനിമ വരാനിരിപ്പുണ്ട്. അതും ഒരു ഈ റേഞ്ച് ഓഫ് മൂവിയാണ്. എന്നാലും ഈ പടം വിച്ച് ഈസ് ഈക്വലൻ ടു അഞ്ചാം പാതിര. അഞ്ചാം പാതിരയുടെ അതൊരു സീരിയൽ കില്ലിംഗ് ആണെങ്കിൽ ഇതിനകത്തും ഒരു കില്ലിംഗ് പാറ്റേൺ കാണിക്കുന്നുണ്ട്. പടം ഞാൻ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് ഞാൻ കണ്ടത്. ഓക്കെ, അത് ആ പടം കാണാൻ കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്നാമത് ജയറാമേട്ടൻ എന്റെ നാട്ടുകാരനായതുകൊണ്ട് മാത്രമല്ല, ആളുടെ ഒരു കംബാക്ക്, ബാക്കി എല്ലാവരും കംബാക്ക് വന്നു. ജയറാമേട്ടൻ്റെ ഒരു കംബാക്ക് മനസ്സുകൊണ്ട് കൊതിക്കുന്ന ഒരാളാണ് ഞാൻ. ബാക്കി എല്ലാവർക്കും ഒരു കംബാക്ക് കിട്ടി, ഒരു ഹെവി പടം കിട്ടി. ജയറാമേട്ടന് മാത്രം ഒരു പടം കിട്ടില്ല. ഓഫ്, ആ കംബാക്ക് ഗംഭീരമാക്കി. അതും മെഗാസ്റ്റാറിന്റെ കൂടെ, മമ്മൂക്കാന്റെ കൂടെ. ഒരു രക്ഷയില്ലാത്ത കോംബോയാണ് മമ്മൂട്ടി ജയറാം എന്നുള്ളത്. അത് പണ്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പണ്ടത്തെ ഒരു പടമില്ലേ, മനസ്സിൽ കിട്ടിയാണല്ലേ? ഒന്ന് കമന്റ് ചെയ്തേരാ ഏതാന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്തോ അഭിനയിച്ച മറ്റു സഹനടന്മാര്, നടിമാര്, ഒരു 1980 കാലഘട്ടം അഭിനയിച്ചേക്കണ ആ ഒരു പാറ്റേൺ എല്ലാം വളരെ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ ആ ഒരു ഡയറക്ടോറിയൽ അത് പക്ക വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ ഇർഷാദ്, അതുപോലെ പ്രൊഡ്യൂസറായിട്ടുള്ള മിഥുൻ മാനുവലും. ഒരു ചാക്കൊക്കെ മേടിച്ചു വെച്ചോ, ഓക്കെയാണ് പടം, ഓക്കെയാണ്. ചാക്ക് മേടിച്ചു വെച്ചോ, എവിടെയെങ്കിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഇർഷാക്ക, വൈകുന്നേരം ഞാൻ ഒന്ന് വരണ്ടേ, ഒന്ന് കാണണം അടുത്ത പടത്തിൽ. ഓക്കെ, ജോക്സ് പാട്ട്. പടത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ട്രാജഡി ഒക്കെ സംഭവിക്കുന്ന ഒരു ജയറാമിനെ കാണിക്കുന്നുണ്ട്. ഒരു കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന ജയറാം. ഇനിഷ്യലി ജയറാമിനെ കാണിക്കുന്നത് പക്ക ഫിറ്റ് ആയിട്ടുള്ള ജയറാം. പിന്നെ ഈ പറഞ്ഞ ഒരു ഇത് പാർട്ടിൽ കാണിക്കുന്നത് കുറച്ച് അൺഫിറ്റ് ആയിട്ടുള്ള ജയറാം. ആ ഒരു ത്രൂ ഔട്ട് ജയറാമേട്ടൻ ആ ഒരു സാധനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ഹീസ് ഓൺ ഫയർ മാൻ, ഹീസ് ഓൺ ഫയർ. എങ്ങനെ അഭിനയിക്കണം എന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുക ഒന്നും വേണ്ട. ഒരു എനിക്ക് തോന്നുന്നില്ല അത്രയും ഭയങ്കര പ്രശ്നമായിരുന്നു അഭിനയിപ്പിക്കാൻ കൊണ്ടുവന്നു. പക്ക പെർഫെക്ഷൻ ആർട്ടിസ്റ്റ്. പിന്നുള്ളത് BGMs കാര്യങ്ങൾ, കഥയിലാണ് നമ്മൾ മെയിൻ ഇൻട്രസ്റ്റ് നമ്മളെ നോക്കിയിരിക്കുന്നത്. BGMs ബാക്കിയുള്ളതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ, നമുക്ക് ബാക്കിയുള്ള ലൈൻസ് നമുക്ക് നോട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. അതുപോലെ നമ്മൾ കഥയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അതുപോലത്തെ നല്ല കഥ. ആൾക്കാർക്ക് ക്രൈം ത്രില്ലർ മൂവിയോടുള്ള താല്പര്യം കുറഞ്ഞു, അത് അങ്ങനെ ഇതാവണല്ല. അത് കഥ എഴുതാനും എടുക്കാനും അറിയാൻ പാടാത്തതുകൊണ്ടാണ്. ഈ ഒരു പടം നിങ്ങൾ കണ്ടോ, 2024 സ്റ്റാർട്ടിങ് സൂപ്പർ ഹിറ്റാണ് പടം, ഗ്യാരണ്ടി. അതുപോലത്തെ പീസ് ഓഫ് ആർട്ട്, പീസ് ഓഫ് വർക്കാണ്. എന്നുവെച്ചാൽ നല്ല പടമാണ്, കണ്ടോ തിയേറ്ററിലിരുന്ന്. മെഗാസ്റ്റാറിന്റെ അഴിഞ്ഞാട്ടം. ജയറാമേട്ടൻ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോ, ഒരു സൈലന്റ് ആയിട്ട് സൈഡിൽ പോകുമ്പോ മെഗാസ്റ്റാർ ഒരു വരവുണ്ട്, വന്നിട്ട് ഒരു അഴിഞ്ഞാട്ടമാണ്. എന്റെ പൊന്നോ, ഹ്യൂജ് ഇമ്പാക്ട് പടത്തിന്. കണ്ടോ, മിസ്സാക്കരുത്, കൊള്ളാം, പൊളി സാധനം.